പണ്ടു പണ്ട് കാവേരി നദിക്കു തീരത്ത് വസിച്ചിരുന്ന ഒരു ധനികന്റെ മകളായിരുന്നു കണ്ണകി. കണ്ണകിക്ക് വിവാഹപ്രായം എത്തിയപ്പോൾ അവളെ കോവലൻ എന്ന ആളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. സന്തോഷവും സ്നേഹവും നിറഞ്ഞ അവരുടെ ജീവിതത്തിൽ കോവലൻ മാധവി എന്ന നർത്തകിയുമായി ബന്ധത്തിലായി. കോവലൻ കണ്ണകിയെയും തന്റെ കുടുംബത്തെയും മറന്ന് മാധവിക്കൊപ്പം പോയി. കോവലന്റെ കയ്യിലെ ധനം തീർന്നപ്പോൾ മാധവി കോവലനെ തെരുവിലേക്ക് പറഞ്ഞുവിട്ടു. തന്റെ തെറ്റു മനസ്സിലാക്കിയ കോവലൻ കണ്ണകിയുടെ അടുത്ത് വന്ന് ക്ഷമ ചോദിച്ചു. തന്റെ ഭർത്താവിനോട് സ്നേഹം മാത്രമുണ്ടായിരുന്ന കണ്ണകി അദ്ദേഹത്തെ തിരികെ സ്വീകരിച്ചു. പിന്നീടുള്ള അവരുടെ ജീവിതം സന്തോഷപൂർണ്ണമായിരുന്നു. പക്ഷേ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് അവർക്ക് കടുത്ത ദാരിദ്ര്യം നേരിടേണ്ടി വന്നു. അങ്ങനെ ഒന്നിച്ച് ജീവിക്കാനുള്ള അതിയായ ആഗ്രഹം കാരണം കണ്ണകി തന്റെ പഴങ്ങൾ നിറച്ച ചിലങ്ക കോവലന് നൽകി അത് കൊണ്ടുപോയി വിൽക്കാൻ ആവശ്യപ്പെട്ടു. കോവലൻ ചിലങ്ക വിൽക്കാനായി മധുരയിലെ ഒരു തട്ടാന്റെ അടുത്ത് ചെന്നു. ആ സമയത്തു തന്നെ മധുരയിലെ മഹാറാണിയുടെ ഒരു ചിലമ്പ് മോഷണപ്പെട്ടിരുന്നു. റാണിയുടെ ചിലമ്പിനോട് സാമ്യമുള്ള ചിലമ്പായിരുന്നു കണ്ണകിയുടേത്. ഇത് കണ്ട തട്ടാൻ ഉടൻ തന്നെ വിവരം രാജാവിനെ അറിയിച്ചു. എന്നാൽ രാജാവ് ഒന്നും അന്വേഷിക്കാതെ ഒരു ദയാദാക്ഷിണ്യവും കൂടാതെ കോവലനെ കൊല്ലാൻ ഉത്തരവിട്ടു. ഇതറിഞ്ഞ കണ്ണകിക്ക് സഹിക്കാനായില്ല. താൻ തന്റെ ജീവനേക്കാളും സ്നേഹിച്ച തന്റെ ഭർത്താവ് മരിച്ചു എന്ന അറിഞ്ഞ കണ്ണകി കോപാകുലയായി മധുരയിലെത്തി. തന്റെ ഭർത്താവിന്റെ നിരപരാധിത്വം കണ്ണകിക്ക് തെളിയിക്കണമെന്നായി. അങ്ങനെ കണ്ണകി തന്റെ മറുകാലിലെ ചിലങ്ക രാജാവിന്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് പവിഴങ്ങൾ തറയിലേക്ക് തെറിച്ചു വീണു. എന്നിട്ട് കണ്ണകി റാണിയോട് തന്റെ ചിലങ്ക വലിച്ചെറിയാൻ ആവശ്യപ്പെട്ടു. റാണി അത് തറയിലേക്ക് എറിഞ്ഞപ്പോൾ അതിൽ നിന്ന് മുത്തുകളാണ് ചിതറി വീണത്. തന്റെ തെറ്റു മനസ്സിലാക്കിയ രാജാവ് തൽക്ഷണം ബോധരഹിതനാവുകയും മരണപ്പെടുകയും ചെയ്തു. ഇതൊന്നും കൊണ്ട് കോപമടങ്ങാത്ത കണ്ണകി മധുര നഗരം ചുട്ടരിക്കണമെന്ന് ശപിച്ചു. ഇത് മധുര നഗരിയുടെ അമ്മയായ മധുര മീനാക്ഷി അറിയുകയും മധുര മീനാക്ഷിയുടെ ആവശ്യപ്രകാരം കണ്ണകി തന്റെ ശാപം പിൻവലിക്കുകയും ചെയ്തു. തുടരെ കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രക്കിടയ്ക്ക് ആറ്റുകാലെത്തുകയും ഒരു ബാലികയുടെ രൂപമെടുത്ത് മുലയ വീട്ടിൽ കാരണവരുടെ അടുത്ത് ചെല്ലുകയും ചെയ്തു. ആ ബാലികയുടെ സൗന്ദര്യം കണ്ട് അവരൊരു ദേവിയാണെന്ന് മനസ്സിലാക്കി കാരണവർ ആ ബാലികയെ തന്റെ ഇല്ലത്തിലേക്ക് വിളിച്ചു. പക്ഷേ ഇല്ലത്തിലെത്തിയപ്പോൾ തന്നെ ബാലിക അപ്രത്യക്ഷമായി. അന്നേ ദിവസം രാത്രി കാരണവരുടെ സ്വപ്നത്തിൽ ആദിപരാശക്തി വരികയും താനാണ് രാവിലെ ബാലികയുടെ രൂപമെടുത്ത് വന്നതെന്ന് പറയുകയും 3 വരകൾ അടുത്തുള്ള കാവിൽ ശൂലത്താൽ വരച്ചിട്ടുണ്ടെന്നും അവിടെ തന്നെ കുടിയിരുത്തുകയും വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് സത്യമാണോ എന്നറിയാൻ അടുത്ത ദിവസം രാവിലെ കാരണവരി കാവിൽ ചെന്നപ്പോൾ അവിടെ 3 വരകൾ കണ്ടു. അവിടെ ആദിപരാശക്തിയെ കുടിയിരുത്തുകയും ചെയ്തു. അതാണ് നാം ഇന്ന് കാണുന്ന നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രം. നന്ദി, നമസ്കാരം.